ഹലോ എല്ലാവർക്കും അസ്ലം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാർമസി ആൻഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിലേക്കുള്ള അഡ്മിഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് പറയുന്നത്. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന 90% വ്യൂസും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. ഗവൺമെൻറ് സ്വാശ്രയ സ്ഥാപനങ്ങളിൽ 2024-25 വർഷത്തേക്കുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാർമസി ഹെൽത്ത് ഇൻസ്പെക്ടർ ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിലേക്കുള്ള പ്രവേശനത്തിൻ്റെ സൂചിക സർക്കാർ ഉത്തരവ് മുഖേന അംഗീകരിച്ചു. പ്രോസ്പെക്ടസ് പ്രകാരം അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അതായത് പാരാമെഡിക്കൽ കോഴ്സിലേക്കുള്ള 2024-25 വർഷത്തേക്കുള്ള അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് സെപ്റ്റംബർ 24 മുതൽ, അതായത് ഇന്ന് 24 മുതൽ ഒക്ടോബർ 15 വരെയാണ് അപേക്ഷിക്കാമെന്നാണ് പറയുന്നത്. ടോട്ടൽ 16 കോഴ്സുകളാണ് വെബ്സൈറ്റിൽ പറയുന്നത്. ഈ 16 കോഴ്സിലേക്കുള്ള എങ്ങനെയാണ് അപേക്ഷിക്കുന്നത്, ഏതൊക്കെയാണ് വിദ്യാഭ്യാസ യോഗ്യത, പിന്നെ എത്ര ഡ്യൂറേഷൻ, ഇതെല്ലാം വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത് വെബ്സൈറ്റിൽ കയറി നോക്കാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി വെബ്സൈറ്റിൽ LBS സെർച്ച് ചെയ്യുക. ഫസ്റ്റ് സൈറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ LBS സെൻറ്റർ എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഹോം പേജ് ഓണായി വിടുന്നതാണ്. ഓണായി വരുമ്പോൾ താഴോട്ട് നോക്കുമ്പോൾ അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സ് 2024-25 ഫാർമസി ഹെൽത്ത് ഇൻസ്പെക്ടർ ആൻഡ് പാരാമെഡിക്കൽ കോഴ്സ് എന്ന് കാണും. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പണായി വരുന്നത്. ആ ഇൻ്റർഫേസിൽ വലത് സൈഡ് ഡൗൺലോഡ്സ് എന്ന ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ഷെഡ്യൂളും പ്രസ് റിലീസ് പ്രോസ്പെക്ടസ് നോട്ടിഫിക്കേഷൻ ഇതെല്ലാവർക്കും വായിച്ചു നോക്കി ഏതൊക്കെ രീതിയിലാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്, എന്തൊക്കെയാണ് ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, റിസർവേഷൻ എല്ലാ ഡീറ്റെയിൽസും ഈ ഫോം വായിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ 16 കോഴ്സുകൾ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെയെന്ന് വെച്ചാൽ ഡിപ്ലോമ ഇൻ ഡെൻ്റൽ ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റൻസ്, ഡിപ്ലോമ ഇൻ ഫാർമസി, ഡിപ്ലോമ ഇൻ റെസ്പിറേറ്ററി ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ എൻഡോസ്കോപ്പിക് ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഡെൻ്റൽ ഹൈജീനിസ്റ്റ്, ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ, ഡിപ്ലോമ ഇൻ ഡെൻ്റൽ മെക്കാനിക്സ്, ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ ന്യൂറോ ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഒപ്താൽമിക് അസിസ്റ്റൻറ്റ്, ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീസിയ ടെക്നോളജി, ഡിപ്ലോമ ഇൻ റേഡിയോ ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് റേഡിയോ തെറാപ്പി ടെക്നോളജി, റേഡിയോ ഇൻ കാർഡിയോവാസ്കുലർ ടെക്നോളജി, റേഡിയോ ഇൻ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ റേഡിയോളജി ടെക്നോളജി. 16 കോഴ്സുകളെയും അപേക്ഷയാണ്. അതായത് ഇന്ന് മുതൽ ഒക്ടോബർ 15 വരെ അപേക്ഷിക്കാനുള്ള ഡേറ്റായി വെബ്സൈറ്റിൽ പറയുന്നത്. ഇതിലേക്കുള്ള അപേക്ഷകളെല്ലാം www.lbscenter.kerala.gov എന്ന വെബ്സൈറ്റിൽ വഴി അപേക്ഷ അയക്കാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ മുകളിൽ 3 ബാറിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ രജിസ്ട്രേഷൻ സെലക്ട് ചെയ്താൽ എല്ലാവർക്കും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫീസ് ഡീറ്റെയിൽസ് ആയിട്ട് വെബ്സൈറ്റിൽ പറയുന്നത് ജനറൽ കാൻഡിഡേറ്റ്സിന്, അതായത് ജനറൽ കാൻഡിഡേറ്റ്സിന് 600 രൂപയും, SC/ST കാൻഡിഡേറ്റ്സിന് 300 രൂപയും, സർവീസ് കാൻഡിഡേറ്റ്സിന് 600 രൂപയും എന്നാണ് ഫീസ് ഡീറ്റെയിൽസ് പറയുന്നത്. പിന്നെ ഹൗ ടു അപ്ലൈ, എങ്ങനെയാണ് ഈ കോഴ്സിലേക്കുള്ള അപേക്ഷിക്കേണ്ടത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് വെബ്സൈറ്റ് വഴി നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ വായിച്ച് നോക്കി ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് ഓൺലൈൻ പേയ്മെൻറ്റ്, ഫീ പേയ്മെൻറ്റ് ഓൺലൈൻ പേയ്മെൻറ്റ് ഇല്ലെങ്കിൽ ബാങ്കുകളുടെ ചെല്ലാൻ വഴി അടയ്ക്കാമെന്നും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയെന്ന് വായിച്ച് നോക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. പിന്നീട് ടെൻറ്റേറ്റീവ് അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ടെൻറ്റേറ്റീവിൽ പറയുന്ന പ്രകാരം രജിസ്ട്രേഷൻ ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിഷൻ ആൻഡ് ഫീ റിമിറ്റൻസ് ഓൺലൈൻ ആൻഡ് ത്രൂ ചലാൻ ഇൻ ബാങ്ക്, അതായത് ഓൺലൈൻ അപേക്ഷിക്കാനുള്ള ഫീ പേയ്മെൻറ്റിൻ്റെയും ചലാൻ വഴി പേയ്മെൻറ്റ് ചെയ്യുന്നവരെയും തീയതിയായിട്ട് പറയുന്നത് ഇന്ന് 24/9/2024 മുതൽ അടുത്ത മാസം 15/10/2024 വരെ എന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. അതിനുശേഷം പേഴ്സണൽ ആൻഡ് അക്കാഡമിക് ഡേറ്റ രജിസ്ട്രേഷൻ 24/9/2024 മുതൽ 15/10/2024 വരെ അപേക്ഷിക്കാമെന്ന് വെബ്സൈറ്റിൽ പറയുന്നത്. ഇതേ സെയിം ഡേറ്റ് ആണ് പറയുന്നത്. പിന്നെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഫൈനൽ സബ്മിഷൻ, അതായത് അവസാന ഡേറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ അവസാന സബ്മിഷൻ ഡേറ്റ് ആയിട്ട് പറയുന്നത് 17/10/2024 എന്നാണ് പറയുന്നത്. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് പേഴ്സണൽ അക്കാഡമിക് ഡേറ്റ ആഫ്റ്റർ വെരിഫിക്കേഷൻ,
ആപ്ലിക്കേഷൻ്റെ വേരിഫിക്കേഷൻ, അതായത് പേഴ്സണൽ ഡേറ്റയുടെ വേരിഫിക്കേഷൻ്റെ അവസാന തീയതി 1/11/2024 മുമ്പായി വേരിഫൈ ചെയ്യേണ്ടതാണെന്ന് പറയുന്നുണ്ട്. ഡേറ്റയിൽ എന്തെങ്കിലും കംപ്ലയിൻസും ഡേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് റിപ്പോർട്ട് ചെയ്യേണ്ട അവസാന തീയതി 6/11/2024 വരെ എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നീട് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് പ്രൊഫഷണൽ 13/11/2024, അതായത് നവംബറിൽ പ്രൊഫഷണൽ വരികയും 13-ാം തീയതി വരികയും 15-ാം തീയതി ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരികയും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയം 15/11/2024 മുതൽ 18/11/2024 വരെ എന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുമെന്ന് പറയുന്നത് 19/11/2024. പിന്നെ ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് 19-ാം തീയതി വന്ന ഓപ്ഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാനുള്ള അവസരം 19/11/2024 മുതൽ 20/11/2024 വരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ടെൻറ്റേറ്റീവ് 2023 കാണിച്ചിരിക്കുന്നത് അത് പ്രിൻറ്റിംഗ് മിസ്റ്റേക്കോ എന്തോ മിസ്റ്റേക്കാണ്. 19/11/2024 മുതൽ 20/11/2024 എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത് 21/11/2024. പിന്നീട് അതിൻ്റെ ഫീ പേയ്മെൻറ്റ് ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് 25/11/2024 5 മണിക്ക് മുമ്പായി ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പിന്നെ പബ്ലിക്കേഷൻ ഓഫ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് 27/11/2024. പിന്നെ അതിൻ്റെ ഫീ പേയ്മെൻറ്റും ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് 29/11/2024 5 മണിക്ക് മുമ്പായി ചെയ്യാമെന്ന് പറയുന്നുണ്ട്. തേർഡ് അലോട്ട്മെൻറ്റ് 2/12/2024 വരുമെന്നും പറയുന്നുണ്ട്. പിന്നെ ഫീ പേയ്മെൻറ്റ് 2/12/2024 മുതൽ 3/12/2024 വരെ എന്നും പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ കോളേജ് ജോയിനിങ് 2/12/2024 മുതൽ 5/12/2024 വരെ എന്നും പറയുന്നുണ്ട്. ഈ ടെൻറ്റേറ്റീവ് എല്ലാം വിദ്യാർത്ഥികൾ വെബ്സൈറ്റിൽ കയറി വായിച്ച് നോക്കാം. വിവരങ്ങളെല്ലാം വായിച്ച് നോക്കാൻ സാധിക്കുന്നതാണ്. പിന്നീട് പ്രോസ്പെക്ടസിൻ്റെ 5-ാമത്തെ പേജിൽ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കിടപ്പുണ്ട്. കോഴ്സിൻ്റെ ഡീറ്റെയിലും ഡ്യൂറേഷൻ ഡീറ്റെയിൽസും എല്ലാം കിടപ്പുണ്ട്. 16 കോഴ്സിൻ്റെയും ഡീറ്റെയിൽസ് കിടപ്പുണ്ട്. അത് വിദ്യാർത്ഥികൾക്ക് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ റിസർവേഷൻ കാറ്റഗറി വിദ്യാർത്ഥികൾക്ക് റിസർവേഷൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓരോ റിസർവേഷൻ്റെയും പെർസെൻറ്റേജ് വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. അതെല്ലാം വിദ്യാർത്ഥികൾക്ക് നോക്കാൻ സാധിക്കുന്നതാണ്. എല്ലാ വിവരങ്ങളും വെബ്സൈറ്റിൽ പ്രോസ്പെക്ടസിലും നോട്ടിഫിക്കേഷനും എല്ലാം നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതാണ്. അല്ലാതെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സംശയത്തിന് വേണ്ടിയുള്ള കോൺടാക്ട് നമ്പറും വെബ്സൈറ്റിൽ പ്രോസ്പെക്ടസിൽ നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് അതിൽ കോൺടാക്ട് ചെയ്ത് വിശദ ഡൗട്ടുകളെല്ലാം തീർക്കുന്നതാണ്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് അറിയാൻ വേണ്ടി ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.